ഹലോ, ഇന്ന് ഞാനൊരു ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് സാധാരണ ബിരിയാണിയൊക്കെ നമ്മൾ എപ്പോഴും ഉണ്ടാക്കുന്നല്ലേ, അപ്പോൾ അതിൽ നിന്നൊരു മാറ്റിയിട്ടുള്ളൊരു ബിരിയാണീൻ്റെ റെസിപ്പിയാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നല്ലൊരു ടേസ്റ്റുള്ളൊരു ബിരിയാണിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാവും. ഒന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി വെക്കാം കേട്ടോ. ഇതിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു വെറൈറ്റി ബിരിയാണിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോകാം. ആദ്യമായിട്ട് ഞാൻ കുറച്ച് ചിക്കന് 250 ഗ്രാം ചിക്കന് അരച്ച് പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചെറുതായി കട്ട് ചെയ്ത ഉള്ളിയും, പിന്നെ ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു കൈപ്പിടി നിറയെ മല്ലിയില, പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, ഗരം മസാല 1 ടീസ്പൂണ്, പിന്നെ ഒരു പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കടലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ലാസ്റ്റായിട്ട് ഞാൻ ചേർത്ത് കൊടുത്തത് 6 kg ആണ് കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം 6 kg കൂടെ ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് ശേഷം വീണ്ടും ഒരു മുട്ടയൂടെ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അതുകൂടെ ചേർത്ത് നമുക്ക് നല്ല ഓരോരോ ബോൾസായിട്ട് ഉരുട്ടി എടുക്കുക, കോഫ്ത പോലെ. പിന്നെ ഇത് കുറച്ചൊന്ന് സെറ്റാകാനൊന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒന്നുകൂടെ നല്ലൊരു ടൈറ്റായിട്ട് വരും ഈ ഒരു ചിക്കൻ്റെ പേസ്റ്റ്. അപ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസും കൂടി ഇതിലേക്ക് ചേർക്കണം. അതിന് വേണ്ടി ഞാൻ 2 മീഡിയം സൈസിലെ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉപ്പൂടെ മിക്സാക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നെ 3 തരം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിലുപ്പൊന്നും ചേർത്ത് കൊടുക്കണ്ട. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് ഒന്ന് വാട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ. ഒന്ന് കുക്കായി പോകാൻ പാടില്ല, ഒന്ന് കടിക്കാനുള്ള ഒരു പിന്നെ ഇത് വേണം. അപ്പോൾ അങ്ങനെ ഫ്രൈ ആക്കി എടുക്കുക. നമ്മൾ പിന്നെ ഈ ചില്ലി ചിക്കനൊക്കെ ഉണ്ടാക്കുമ്പോൾ അത് അധികം കുക്കാകുന്നില്ലല്ലോ, അതുപോലെ കേട്ടോ. അപ്പോൾ നമ്മൾ അതിൽ തന്നെ ഒരു ഓയിലിൽ തന്നെ നമ്മൾ ഈ കോഫ്ത ഉണ്ടല്ലോ ഉണ്ടാക്കി വെച്ചാൽ ആ ഒരു ചിക്കൻ്റെ ബോൾ അതൊക്കെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഇതെല്ലാം പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ അരച്ച ചിക്കനാണല്ലോ. അപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ അവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഞാനെല്ലാം ഫ്രൈ ആക്കി എടുത്തതാണ്. അപ്പോൾ ഈ കോഫ്തയും കൂടെ റെഡി ആയിട്ടുണ്ട്. ഇതോടെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് കഴിഞ്ഞ ശേഷം റൈസ് ഉണ്ടാക്കാൻ തുടങ്ങണം. അപ്പോൾ നമ്മുടെ കോഫ്തയെല്ലാം ഇവിടെ മുഴുവൻ റെഡിയായി. ഇനി നമ്മൾ ആ ഒരു ഫ്രൈ ആക്കി വെച്ച ഓയിൽ തന്നെ ഒരു 4 ടേബിൾ സ്പൂണുള്ള ഓയിൽ ഉണ്ടാവും കേട്ടോ. അതുതന്നെ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ആ ഓയിൽ തന്നെ അതിലേക്ക് കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സാജീരകം, പിന്നെ 2 പട്ടൻ്റെ 2 കഷ്ണം, പിന്നെ ബേ ലീവ്സ് ഒരെണ്ണം ഉള്ളൂ കേട്ടോ. കുറച്ച് ഗ്രാമ്പു, പിന്നെ ആ ഒരു സാധനത്തിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്ന സാധനമാണ് സ്പൈസസിൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 4 വറ്റൽമുളക്, 4 5 വറ്റൽമുളക്, പിന്നെ 2 സ്റ്റാർ, പിന്നെ ഏലക്കായ് ചേർത്ത് കൊടുക്കണം കേട്ടോ. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ നമ്മൾ ഇതിലേക്ക് എടുത്തത് ഒരു വലിയ സൈസ് ഉള്ളി കേട്ടോ. അതൊന്ന് കൊത്തി എരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണേ. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. ഞാൻ 750 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. വലിയ പീസാക്കി കട്ടാക്കി എടുത്തതാണ്, ബിരിയാണിക്കുള്ള പീസാക്കിയിട്ട്. അപ്പോൾ ചിക്കൻ ചേർത്തിട്ട് നമുക്കിത് നല്ലോണം ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഇനി ഒരു വലിയ ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിൻ്റെയൊക്കെ നല്ലൊരു പച്ചമണം മാറണം. നന്നായി വഴറ്റിയെടുത്തിട്ട് പച്ചമണം മാറണം. അപ്പോൾ ഈ ഒരു ചിക്കന് ഇതിൽ തന്നെ കിടന്നിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരണം. അതാണ് ഇതിൻ്റെ ഒരു പാകം, ഈ മസാലേൻ്റെ പാകം. നന്നായിട്ട് അപ്പുറം ഇപ്പുറം ഇട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ വട്ടുള്ള പാത്രങ്ങളാകുമ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ പീസും ഇങ്ങനെ ഫ്രൈ ആക്കി എടുക്കാൻ പറ്റും. പിന്നെ ചെറിയ അളവിൽ കൂടുതൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാകുള്ളൂ. ചെറിയ അളവിലൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിച്ചപ്പ് കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അതുപോലെ ചിക്കൻ അടിക്ക് പിടിച്ച ഭാഗത്ത് നോക്കണം. അപ്പോൾ അടുത്തതായിട്ട് നമ്മളെ മസാല തയ്യാറാക്കുകയാണ്. ഞാൻ 2 ടീസ്പൂണ് മല്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്, പൊടിക്കാത്ത കായ്മല്ലി. പിന്നെ 1 ടീസ്പൂണ് ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂണ് ചെറിയ ജീരകം, 1 ടീസ്പൂൺ അതുപോലെ തന്നെ വലിയ ജീരകം. പിന്നെ വേറെ സ്പൈസസിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഇത് പൊടിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു പാത്രത്തിൽ ഞാൻ 2 ടീസ്പൂൺ 3 ടീസ്പൂണോളം നിറയെ 3 ടേബിൾ സ്പൂൺ നിറയെ ഞാൻ തൈര് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ പൊടിച്ച് വെച്ച മസാല നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക്
നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത ഗരം മസാലയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് വീഡിയോ കട്ടായി പോയതാണ്, അതുകൊണ്ട് ചേർത്ത് കൊടുക്കണേ നിങ്ങൾ. അപ്പോഴൊക്കെ നമ്മുടെ ഈ ചിക്കനും മസാലയൊക്കെ കിടന്നിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്, മസാല നല്ല റെഡി ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു മിക്സ് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക, ചിക്കനിലേക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് റൈസ് വേകാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പിന്നെ ഈ മസാലയിലേക്ക് കുറച്ച് കസൂരി മേത്തൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അതൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് വിട്ടുപോയതാണ്, നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് ചേർത്ത് കൊടുക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു ഗ്ലാസ്സിലാണ് റൈസ് എടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിലൊരു 3 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനനുസരിച്ചിട്ട് ഒരു 4.5 ഗ്ലാസ് വെള്ളം ഞാൻ എടുക്കുന്നുണ്ട്. അതായത് ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, ഒരു ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ വെച്ചിട്ടാണ് ഞാനെപ്പോഴും ചോറുണ്ടാക്കാറ്. ഈ ഒരു ഗ്ലാസ്സിൻ്റെ അളവിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിലെന്ന് വെച്ചാൽ ആവശ്യത്തിനുള്ള ഉപ്പോടെ ചേർത്ത് കൊടുക്കുക. ഇനി ഈ അരി എന്ന് വെച്ചാൽ ബസുമതി അരിയാണ് ഞാൻ എടുത്തത്. അതിലേക്ക് അതൊന്ന് സോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ കുറച്ചൊരു 2 ടീസ്പൂണോളം നാരങ്ങ നീര് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ പാകമാണെന്ന് നോക്കുക. ഇനി നമുക്ക് ചോറിൻ്റെ അരി ഇട്ട് കൊടുക്കുക. ഇത് ബസുമതി റൈസാണ് കേട്ടോ. അത് ഞാൻ 1.5 മണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഞാൻ ഈ ചേർത്ത് കൊടുത്ത വെള്ളം ഇതിന് കറക്റ്റ് പാകം കേട്ടോ. പിന്നെ ഇതിന് വെള്ളമൊന്നും ചേർക്കേണ്ടി വന്നിട്ടില്ല, കറക്റ്റ് പാകമായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ കയ്യിലുള്ള അരിൻ്റെ ഇതുപോലെ ഉണ്ടാവും കേട്ടോ, അരി വെള്ളത്തിൻ്റെ കണക്ക് അത് കറക്റ്റ് പറയാൻ പറ്റില്ല. അപ്പം ഞാൻ സാധാരണ ചെയ്യാറ്, ഇനിയിപ്പോൾ ജീരകശാല അരിയായാലും ഞാൻ നെയ്ച്ചോറും ബിരിയാണി എന്ത് വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഒരു പാകം നോക്കിയിട്ട് ഇങ്ങനെയുള്ള അളവ് നോക്കുകയും, പിന്നെ നമുക്കിത് ശീലമായിട്ട് ശീലമായി പിന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഐഡിയയിൽ അങ്ങനെ നമ്മൾ വെള്ളം ചേർത്തു, അപ്പോൾ അത് കറക്റ്റായിരിക്കും. പക്ഷേ ഈ ബസുമതി റൈസൊക്കെ വെക്കുമ്പോൾ ഞാൻ എന്നും വെള്ളം അളന്നിട്ട് എടുത്തിട്ട് തന്നെയാണ് വെക്കാറ്. അപ്പോൾ നമ്മുടെ റൈസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അടച്ച് വെക്കുക. ആദ്യം നല്ല തിള വരുന്നത് വരെ ഫുൾ ഫ്ലെയിമിൽ വെക്കുക. പിന്നെ തിള വന്ന ശേഷം അടച്ചിട്ട് ചെറിയ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് വേവിച്ചെടുക്കുക കേട്ടോ. പിന്നെ ചോറൊന്നും പൊടിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക മറിച്ചിടുമ്പോൾ. ഇപ്പോൾ ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല, എല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല അരിയൊന്നും വണ്ണം വെച്ച പോലെ കാണുന്നില്ലേ, നന്നായി കിട്ടിയിട്ടുണ്ട് റൈസ്. നമ്മൾ റൈസ് പൊടിഞ്ഞു പോകാണ്ടിരിക്കാൻ കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ കുറച്ച് ബലം കിട്ടും കേട്ടോ. ചോറ് വെക്കുമ്പോൾ ഏത് ചോറായാലും, സാധാരണ വൈറ്റ് റൈസ് വെള്ളച്ചോറല്ല കേട്ടോ ഞാൻ പറഞ്ഞത്. ഞാൻ ബിരിയാണി അങ്ങനെ മന്തി അങ്ങനത്തെ ഉണ്ടാക്കുമ്പോഴുള്ള കാര്യമാണ് പറഞ്ഞത്. ഇതിലേക്ക് കുറച്ച് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിതൊന്ന് ദം ചെയ്യണം നമുക്ക്. അപ്പോൾ ഇതിനെന്ന് വെച്ചാൽ വീട്ടിൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഫുഡ് കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ. ഇതൊന്നും അത്ര നല്ലുള്ള കാര്യമൊന്നുമല്ല. ഞാൻ പിന്നെ ഒരു വീഡിയോ ആയതുകൊണ്ട് കുറച്ചൊന്ന് ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ആ ഒരു ക്യാപ്സിക്കം ഉണ്ടല്ലോ, അതും ആ പൊട്ടറ്റോസും എല്ലാം ഞാൻ ഇതിൻ്റെ മേലിൽ ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. കളർ ചെയ്ത് കൊടുത്ത ശേഷം അതിൻ്റെ മേലിൽ ഇതിങ്ങനെ ചെറിയ ഫ്ലെയിമിലാണ് ഇപ്പം ചോറുള്ളത്. ഇനി നമുക്കിതൊന്ന് ദമ്മാക്കി എടുക്കാം. അപ്പോൾ ആ നേരത്തെ ഉണ്ടാക്കിച്ച ആ ഒരു കോഫ്ത ഉണ്ടല്ലോ അതുകൂടെ ഇതിൽ ചേർത്ത്, പിന്നെ നമ്മൾ അലങ്കാരത്തിന് 2 മുട്ട ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഞാൻ പിന്നെ ഫ്രൈ ആക്കി എടുത്തിട്ടൊന്നുമില്ല, വെറുതെ അതിൻ്റെ മേലെയൊന്ന് വെച്ച് കൊടുക്കുകയാണ്. മുട്ട കീറിയിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ബിരിയാണിൻ്റെ പണിയെല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം. ഇനി നമുക്കിതിനെ ഒന്ന് ദമ്മ് കയറ്റിയെടുക്കണം ചെറിയ തീയിലിട്ടിട്ട്. അപ്പോൾ ഇതിൻ്റെ മേലെ ആ ഹോൾസ് ഉണ്ടല്ലോ മൂടിക്കുക, അപ്പോൾ അതൊന്ന് ഗ്യാപ്പ് ഒന്ന് ഫില്ലാക്കി കൊടുക്കുക, ആവി പുറത്ത് പോകാത്ത രീതിയിൽ. എന്നിട്ട് ഇതിനെ ഒന്ന് ദമ്മാക്കി എടുക്കുക. അപ്പോൾ പെട്ടെന്ന് തന്നെ ദമ്മായി കിട്ടും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് വിളമ്പാം. അപ്പോൾ എന്നും ഇങ്ങനെ സാധാ ബിരിയാണി കഴിച്ച് മടുക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതെല്ലാം നമുക്ക് എന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലോ അല്ലെങ്കിൽ ഒരു ഗസ്റ്റിന് ഉണ്ടാക്കി കൊടുത്താലൊക്കെ നല്ലൊരു അഭിപ്രായമായിരിക്കും. അപ്പോൾ എന്തായാലും ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.